ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു ഷിഫാനാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടുമായിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഡെസേർട്ട് കപ്പിലാണ് ഞാനിത് ചെയ്യുന്നത്. കസ്റ്റാർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇത് ഞാനിവിടെ കസ്റ്റാർഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ഇതിലേക്ക് വേണ്ടി 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. വളരെ ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. എന്നിട്ട് തിളച്ച ശേഷം ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതിയെ ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ നോക്കണം. 2 മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുപ്പിച്ചെടുക്കണം. ഇത് ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചെറീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിസ്തയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. ഒരു 3-4 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് ഞാൻ സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 ഫ്ലേവറിലാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഒന്ന് ലൂസായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസേർട്ട് കപ്പ് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഫ്ലേവറിൽ ഉണ്ടാക്കിയ വിപ്പിംഗ് ക്രീം ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ഓരോ ടിപ്പ് ഇട്ടിട്ടുണ്ട്, നോസിൽസ് ഇട്ടിട്ടുണ്ട്. ഇനി ഓരോ കപ്പിൽ നമ്മൾ ആദ്യം നിറക്കുന്നത് നട്ട്സാണ്. ഞാൻ ഇത് ബദാമും കാഷ്യൂ ഒക്കെ പൊടിച്ചതാണ്. ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ചെറീസ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ പഴം മുറിച്ച് വെച്ചതുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണുള്ളത് അത് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ പിസ്ത എസൻസ് ചേർത്ത വിപ്പിംഗ് ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിരുന്നു. അത് ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി വെച്ച് ചെയ്ത വിപ്പിംഗ് ക്രീം അതും ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ ആക്കിയിട്ട് റോസസ് പോലെ വരച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ചെറീസ് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഡെസേർട്ട് കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കുക. ഞാൻ ഈ കപ്പ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പല തരത്തിലുള്ള ഡെസേർട്ട് ബോക്സും കപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം.